Hi, ninth. So, we were discussing about exercise 13.5, and through this video session, we are going to wind up 13.5. Okay, that means we are going to conclude exercise 13.5, and by the next video, we will open the next exercise. Shall we? Just come with me, stay with me, don't go anywhere, do not skip. Just stay with me, watch the video completely. Okay, shall we? So I think the second last question of exercise 13.5. Shall we discuss? Okay, come with me. Okay, it's a time to read question number 8. Just read out question number 8. See. Question number 8. A solid cube of side 12 cm is cut into 8 cubes of equal volume. What will be the side of new cube? Also find the ratio between their surface areas. Okay, this is the question. Here question says that a solid cube of side 12 cm means that think about a solid cube. Solid cube is in the sense, think about a wooden cube. That is an example of solid cube. അപ്പോൾ ഉള്ളിൽ വേക്കൻ്റ് ആയിരിക്കില്ല, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണം എന്നാൽ ഇപ്പോൾ വുഡൻ ക്യൂബിൻ്റെ ഉള്ളൊക്കെ കംപ്ലീറ്റ് ഫിൽഡ് വിത്ത് വുഡല്ലേ, അതുപോലെ ആയിരിക്കണം സോളിഡ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പിന്നെ എം ടി ആവാൻ പാടില്ല. ഇപ്പോൾ ഫുട്ബോൾ ഒരു സോളിഡ് അല്ല, ഹോളോ ആണ്. അപ്പം അതുപോലെയാണ്, അതാണ് സോളിഡ് ക്യൂബ്, അത്രമാത്രമേ ഉള്ളൂ. ഈ സോളിഡ് ക്യൂബിൻ്റെ സൈഡ് എത്രയാണ്? 12 cm. Its side is given as 12 cm. Since it is a cube, all the sides should be equal. So if each side is, one side is 12 cm in the sense, all the side will be 12 cm. ഈ സോളിഡ് ക്യൂബിനെ എന്ത് ചെയ്യാമോണ്? ഈസ് കട്ട് ഇൻ ടു 8 ക്യൂബ്സ് ഓഫ് ഈക്വൽ വോളിയം. ഈ ക്യൂബിനെ ഞാൻ എന്താക്കാൻ പോവാണ്? ചെറിയ എത്ര ക്യൂബ്? 8 ക്യൂബ് ആക്കാൻ പോവാണ്. അതായത് ഈ ക്യൂബിനെ ഞാനൊരു കത്തി എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കാൻ പോവാണ്. ഇതാ ഇങ്ങനെ മുറിച്ച് 8 ചെറിയ ക്യൂബുകളാക്കാൻ പോവാണ്. എത്ര ചെറിയ ക്യൂബുകൾ? 8 ചെറിയ ക്യൂബുകൾ. ഓക്കെ, ഈ വലിയ ക്യൂബായിരുന്നു, അതിനെ ഞാനൊരു കത്തി എടുത്ത് ഇങ്ങനെ മുറിച്ച് എന്താണ് 8 ചെറിയ ഒരേ വോളിയമുള്ള ക്യൂബാക്കാൻ പോകണം. ഒരേ വോളിയമുള്ള, അതങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 8 ചെറിയ ഒരേ വോളിയമുള്ള കട്ട് ഇൻ ടു 8 ക്യൂബ്സ് ഓഫ് ഈക്വൽ വോളിയം. അതായത് എല്ലാ ചെറിയ ക്യൂബിൻ്റെയും വോളിയം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈ ക്യൂബുകൾ എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ ക്യൂബിൽ നിന്നാണ്, ഈ വലിയ ക്യൂബിൽ നിന്നാണ് ഈ 8 ക്യൂബുകൾ ഉണ്ടാകുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു നോ. ഈ വലിയ ക്യൂബ് മുറിച്ചിട്ടാണ് 8 ക്യൂബ് ഉണ്ടായത്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയം ഈക്വലുമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വിൽ ബി ദ സൈഡ് ഓഫ് ന്യൂ ക്യൂബ്? അതായത് ഈ ചെറിയ ക്യൂബുകളുടെ സൈഡ് എത്രയാണ്? എല്ലാ ക്യൂബും ഒരേ ക്യൂബാണ്, ഒരേപോലത്തെയാണ്. അപ്പോൾ ഞാൻ പുതിയ ഈ ചെറിയ ക്യൂബിൻ്റെ സൈഡ് എ യൂണിറ്റ്സ് ആണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ സൈഡും എ ആയിരിക്കുമല്ലോ. ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എ ആയിരിക്കും. ഇതിൻ്റെ എല്ലാ സൈഡും എ ആണെങ്കിൽ ഇതിൻ്റെ ഒക്കെ എ ആയിരിക്കും. കാരണം എല്ലാത്തിനും വോളിയം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിലുള്ളതാണെന്നാണ് ചുരുക്കം. ഓക്കെ, അപ്പം എല്ലാത്തിൻ്റെയും സൈഡ് എ ആണെന്ന് വിചാരിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സൈഡ് ഓഫ് ന്യൂ ക്യൂബ് എന്ന് വെച്ചാൽ വി ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എ. എ ആണല്ലോ ഇപ്പോൾ പുതിയ ക്യൂബിൻ്റെ നമ്മൾ സൈഡാണെന്ന് കൊടുത്തേക്കുന്നത്. ആ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ ക്യൂബിൽ നിന്നാണ് ഈ ക്യൂബുകൾ മൊത്തം ഉണ്ടായേക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ക്യൂബിൻ്റെ വോളിയവും ഇവിടെയുള്ള എല്ലാ ക്യൂബുകളുടെ വോളിയവും കൂടെ ആഡ് ചെയ്താൽ ഈക്വൽ ആവണ്ടേ? അതായത് ഈ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതും ഇവിടെയുള്ള എല്ലാ ക്യൂബുകളുടെ വോളിയവും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതും ഒരുപോലെ ആവണ്ടേ? കാരണം എന്താ? ഈ ക്യൂബിൽ നിന്നാണ് ഇത് ഓരോന്നും ഉണ്ടായേക്കുന്നത്. അതായത് ഇതിൻ്റെ മൊത്തം വോളിയങ്ങൾ മൊത്തം ആഡ് ചെയ്താൽ കിട്ടുന്ന വോളിയം വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ വോളിയം ഓഫ് ദ ബിഗ് ക്യൂബ്. വൈ? ബിക്കോസ് ഈ ബിഗ് ആയിട്ടുള്ള ക്യൂബിൽ നിന്നാണ് 8 ചെറിയ ക്യൂബുകൾ ഉണ്ടായേക്കുന്നത്. അതായത് ഈ 8 ചെറിയ ക്യൂബുകൾ ഉണ്ടായേക്കുന്നത് ഈ ക്യൂബിൽ നിന്നാണ്. അപ്പോൾ ഈ 8 ചെറിയ ക്യൂബുകളുടെ വോളിയം മൊത്തം ആഡ് ചെയ്താൽ കിട്ടുന്നത് ഈ ക്യൂബിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആവണം. കാരണം ഇതിൽ നിന്നാണ് ഇത് ഉണ്ടായേക്കുന്നത്. സോ ജസ്റ്റ് റൈറ്റ് ദാറ്റ്. വാട്ട് ഐ ക്യാൻ റൈറ്റ് ഹിയർ? ടെൽ മീ. വോളിയം ഓഫ് big cube will be same as that of the total volume of small cubes. Can I write like this? Volume of big cube is equal to total volume of small cube. So this is the, according to the question, you can write according to the question, volume of big cube is equal to total volume of small cubes. Before that you have to write that, given that side of the big cube is 12 cm and let
A units be the side of the new cube. So according to the question, volume of big cube is equal to total volume of smaller cube. So volume of big cube, how I can calculate? Which is the formula for calculating volume of a cube or side cube? So volume of big cube means 12 cube, no? So 12 cube is equal to total volume of small cubes എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ സ്മോൾ, അതായത് ഈ സാധനം എഴുതിയില്ലേ, അതിനെ ഞാൻ അതേപോലെ മാത്തമാറ്റിക്കലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാണ്. വോളിയം ഓഫ് ബിഗ് ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈസ് ഈക്വൽ ടു ആസ് ഇറ്റ് ഈസ്. ദെൻ ഇറ്റ് ഈസ് എ ടൈം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ടോട്ടൽ വോളിയം ഓഫ് സ്മോളർ ക്യൂബ്സ്. ഓക്കെ, അതായത് ഈ സ്മോളർ ക്യൂബ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വോളിയം ആഡ് ചെയ്യുക, അതിനാണല്ലോ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എത്ര ക്യൂബ്സ് ഉണ്ട്? 8 സ്മോളർ ക്യൂബ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോന്നിൻ്റെയും വോളിയം എടുത്ത് ആഡ് ചെയ്യുന്നതിന് പകരം ഒരു ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. കാരണം എന്താ, എല്ലാ ക്യൂബ്സും സെയിം ആണല്ലോ, 8 ക്യൂബ്സ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം വോളിയം കണ്ടുപിടിക്കുന്നതിന് പകരം ഓരോന്നിൻ്റെ എടുത്ത് ആഡ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒന്നിൻ്റെ കണ്ടുപിടിക്കുക വോളിയം, എന്നിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം എല്ലാം എന്താണ്, സെയിം ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്. സോ വോളിയം ഓഫ് ബിഗ് ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ടോട്ടൽ വോളിയം ഓഫ് സ്മോളർ ക്യൂബ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പോവാണ്? എത്ര ക്യൂബ്സ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 ഇൻറ്റു വോളിയം ഓഫ് 1 സ്മോൾ ക്യൂബ് ചെയ്താൽ പോരെ, മതി. ഓക്കെ, 12 ക്യൂബ് ലെഫ്റ്റ് സൈഡിൽ വോളിയം ഓഫ് ബിഗ് ക്യൂബ്, റൈറ്റ് സൈഡിൽ ടോട്ടൽ വോളിയം ഓഫ് സ്മോളർ ക്യൂബ്സ് ആണ് വേണ്ടത്. എത്ര ചെറിയ ക്യൂബുകളുണ്ട്? 8 ചെറിയ ക്യൂബുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 8 ചെറിയ ക്യൂബുകളുടെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏതെങ്കിലും ഒരു ചെറിയ ക്യൂബിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 12 ക്യൂബ് ക്യാൻ റൈറ്റ് 12 into 12 into 12. യെസ്. And 8 into as it is. But which is the formula for calculating volume of one smaller cube? See, if it is smaller or bigger, formula is same, a cube, side cube. And here we have mentioned the side as a itself. So it will be a cube. I think it is very clear. And this will give you the answer for the question. And you know, if a cube is equal to, 12 into 12 into 12 is equal to 8 into a cube, no? So I am going to maintain a cube in the right side itself. Then I am going to take this 8 to left side, and left side already 12 into 12 into 12 is there. When you take this 8 to left side, it become in the division portion. So a cube will be a 12 into 12 into 12 divided by 8. I think it is very clear. That means we got that a cube is equal to 12 into 12 into 12 divided by 8. No, then what will be a? If a cube is equal to 12 into 12 into 12 divided by 8, a will be cube root. നമ്മൾ ക്യൂബ് റൂട്ട് 8 പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് എക്സ് ക്യൂബ് ഈസ് ഇക്വൽ ടു 8, വാട്ട് വിൽ ബി എക്സ്? ക്യൂബ് റൂട്ട് ഓഫ് 8. വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 8? 2. കാരണം എന്താ, 2 into 2 into 2 ആണ് 8. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് എക്സ് ക്യൂബ് ഈസ് ഇക്വൽ ടു 64, വാട്ട് ഈസ് എക്സ്? ക്യൂബ് റൂട്ട് ഓഫ് 64. ഹൗ യു ക്യാൻ കാൽക്കുലേറ്റ് ക്യൂബ് റൂട്ട് ഓഫ് 64? 4. വൈ? ബിക്കോസ് 4 into 4 into 4 is 64. അതുപോലെ തന്നെ ഇഫ് എ ക്യൂബ് ഈസ് ഇക്വൽ ടു 12 into 12 into 12 divided by 8 മീൻസ് ദാറ്റ് എ ഈസ് ഇക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ്, ഇങ്ങനെ കേട്ടോ ക്യൂബ് റൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ചെറുതാക്കി 3 എഴുതിയാൽ മതി കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 12 into 12 into 12 divided by 8. ക്യൂബ് റൂട്ട് ഓഫ് 12 into 12 into 12 എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതാ, എപ്പോഴും ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പം എ ക്യൂബ് ഈസ് ഇക്വൽ ടു 12 into 12 into 12 divided by 8 എന്ന് പറഞ്ഞാൽ എ ഈസ് ഇക്വൽ ക്യൂബ് റൂട്ട് ഓഫ് എഴുതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ എ ക്യൂബ് ഈസ് ഇക്വൽ ഇതാണെങ്കിൽ എ ഈസ് ഇക്വൽ ക്യൂബ് റൂട്ട് ഓഫ് അതായിരിക്കും. ഓക്കെ, എഴുതി. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 12 into 12 into 12 divided by 8 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 12 into 12 into 12 ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 8. കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യൂബ് റൂട്ട് അപ്ലൈ ചെയ്യാം. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 12 into 12 into 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. കാരണം എന്താ, ഞാനിവിടെ പറഞ്ഞു ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണല്ലോ. അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് 12 into 12 into 12 എന്ന് പറഞ്ഞാൽ 12 ആവും. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്താണ്? 2 ആണ്. ഇനി അപ്പോൾ 12 by 2 എത്ര കിട്ടി? 6 കിട്ടി. സോ 6 centimeter വിൽ ബി ദ റിക്വയർഡ് ആൻസർ, സൈഡ് ഓഫ് ന്യൂ ക്യൂബ്. I think it is clear, no? So I think that much is clear, isn't it? So let us go to the second support of the question. And in the second support, we are supposed to calculate the ratio, isn't it? Find the ratio of their surface area is the question. So ratio of their surface area in the sense, surface area of the bigger cube ഇല്ലേ, യെസ്, അതും പിന്നെ സർഫസ് ഏരിയ ഓഫ് ദ സ്മോളർ ക്യൂബ് ഇല്ലേ, അതുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സർഫസ് ഏരിയ ഓഫ് ദ ബിഗ് ക്യൂബും സർഫസ് ഏരിയ ഓഫ് ദ സ്മോൾ ക്യൂബും ആണ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അതാണ് റേഷ്യോ ഓഫ് ദെയർ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ബിഗ് ക്യൂബും സ്മോളർ ക്യൂബും അതിൻ്റെ സർഫസ് ഏരിയൻ്റെ റേഷ്യോ സ്റ്റാൻഡ്സ് ഫോർ ദ ഡിവിഷൻ. സോ സർഫസ് ഏരിയ ഓഫ് ബിഗ് ക്യൂബ്, റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ഓഫ് ബിഗ് ക്യൂബ് വിത്ത് ദ സർഫസ് ഏരിയ ഓഫ് സ്മോളർ ക്യൂബ് ഇൻ ദ സെൻസ് സർഫസ് ഏരിയ ഓഫ് ബിഗ് ക്യൂബ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ ഓഫ് സ്മോളർ ക്യൂബ്. And which is the formula for calculating surface area of a cube? If it is smaller or bigger, the formula is same 6a square. So 6 into a stands for side of the cube, and in the case of big cube it is nothing but 12 square, and surface area of smaller cube say formula is same 6a square, but 6 into in the case of smaller cube the side is what we have calculated the side as 6, no? So 6 square. So 6 into 12 square, can I write 12 into 12? Yes. This 6 into, can I write 6 square as 6 into 6? Yes. Let us go for cancellation. 6 get cancelled. 6 12. So 2 into 2. And here 1 will come. So 2 into 2 is 4. 4 divided by 1 into 1 is 1. So 4 by 1 is the ratio. In other words, in terms of ratio, it becomes 4:1. 4:1 is the required answer for the question. So 9th question. Read the question carefully. A river is depth is given as 3 meter. River, its depth is given as 3 meter and 40 meter. Its width is given as 40 meter. Is flowing at the rate of 2 km per hour. Okay. A river 3 meter in deep and 40 meter wide is flowing at the rate of 2 km per hour. What do you mean by 2 km per hour? In 1 hour, that river can travel a distance of 2 km. ഇപ്പോൾ നിങ്ങൾ ബൈക്ക് ഓടിക്കുകയെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഒരു 60 km per hour നിങ്ങൾ ബൈക്ക് ഓടിക്കുക അല്ലേ പോട്ടെ. നമ്മുടെ ലോഡ്സൺ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 100 km per hour വണ്ടി ഓടിച്ച് കളയും. 100 km per hour ബൈക്ക് ഓടിക്കാൻ അറിയുമെങ്കിൽ അവന് 100 km per hour ലോഡ്സൺ വണ്ടി ഓടിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? 100 km per hour എന്ന് പറയുമ്പം 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണ് ലോഡ്സൻ്റെ സ്പീഡ്. അതാണ് 100 km per hour എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ ലോഡ്സൺ കവർ ചെയ്യും. ലോഡ്സൺ ഇപ്പോൾ 5 മണിയായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി വരെ 5 to 6 100 കിലോമീറ്റർ, അതായത് കോഴിക്കോടും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ലോഡ്സൺ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 km per hour ആണ് ഈ പുഴയുടെ സ്പീഡ് എന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ ആ പുഴ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 2 km. എന്ന് വെച്ചാൽ എന്താ, ഇപ്പം നിങ്ങൾ ഒരു ഇല ഒരു പുഴയിലിട്ടു, എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഇല എവിടെ ഉണ്ടാവും? 2 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലത്തുണ്ടാവും ആ ഇല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് 1 hour 2 km per 1 hour. ഓക്കെ, ദെൻ ഹൗ മച്ച് വാട്ടർ വിൽ ഫോൾ ഇൻ ടു ദ സീ ഇൻ 1 minute? 1 മിനിറ്റ് കൊണ്ട് കടലിൽ എത്ര വെള്ളം എത്തും? ചോദ്യം കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. സ്റ്റേ വിത്ത് മീ. അതായത് ഒരു പുഴയുടെ ഷേപ്പ് എന്താ? നോർമലി ഒരു പുഴ ഏത് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക? പുഴ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇങ്ങനെയാണ് പുഴ. നമുക്ക് പുഴേൻ്റെ ഷേപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കാം. ഇതാണല്ലോ പുഴ, അതാണ് ഇങ്ങനെയാണ് പുഴ വരിക. പുഴയ്ക്ക് ഒബ്വിയസ്ലി പുഴേൻ്റെ ഷേപ്പ് ആട്ടോ ഞാൻ എന്താണെന്ന് ആലോചിക്കാൻ പോകണം. ഒബ്വിയസ്ലി ഒരു ഡെപ്ത് ഉണ്ടാവും പുഴയ്ക്ക്, അല്ലേ? ഒരു വീതി ഉണ്ടാവും, വിഡ്ത്ത് അല്ലേ? വിഡ്ത്ത് ഉണ്ടാവും, അതായത് വീതി. പുഴയ്ക്ക് എന്തായാലും വീതി ഉണ്ടാവും. പിന്നെ പുഴയ്ക്ക് ഒബ്വിയസ്ലി എന്തായാലും ഒരു ആഴം ഉണ്ടാവില്ലേ? പിന്നെ പുഴയ്ക്ക് ഒരു ലെങ്ത്തും ഉണ്ടാവും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഏത് ഷേപ്പിലാണ് വരിക ഒരു പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഓൾമോസ്റ്റ് ദ റിവർ ഷുഡ് ബി ഇൻ ദ ഷേപ്പ് ഓഫ് വാട്ട്? ക്യൂബോയിഡൽ ആകൃതിയിലാണ് പുഴകളൊക്കെ മിക്കവാറും കണ്ടുവരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണണം. പുഴയുടെ ഷേപ്പ് ഏതിലാണ്? ക്യൂബോയിഡൽ ഷേപ്പിൽ. ഇതാ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഏകദേശം ഒരു ക്യൂബോയിഡൽ ഷേപ്പിലോട്ടാണ് പുഴ വരുന്നത്. ഓക്കെ, ആ പുഴയുടെ ആഴം ഓർ ഡെപ്ത് ഈസ് ഗിവൺ ആസ് 3 meter. അതായത് ഇതാണ് പുഴയുടെ ആഴം. നമ്മളെ സംബന്ധിച്ചത് ക്യൂബോയിഡായിട്ടാണ് പുഴയെ സങ്കല്പിക്കുന്നതെങ്കിൽ പുഴയുടെ ആഴം എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റാണ്, അല്ലേ? 3 meter. ആൻഡ് വിഡ്ത്ത് ഈസ് ഗിവൺ ആസ് 40 meter. ഇതാണ് വിഡ്ത്ത് അല്ലെങ്കിൽ ഇതാണ് വിഡ്ത്ത്. ബ്രെഡ്ത്ത് അല്ലേ? ബി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അതാണ് 40 meter. ഇനി പുഴയുടെ ലെങ്ത്ത്. ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് പുഴയ്ക്ക് ഒരു ഇന്ന ലെങ്ത്ത് എന്ന് പറയാൻ പറ്റുമോ? പുഴ ഒരുപാട് ലെങ്ത്തുള്ള സാധനം ഉണ്ടാവും. ഇപ്പോൾ പുഴയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്, സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: റിവർ ഈസ് ഓൾമോസ്റ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് ക്യൂബോയിഡ്. ഗിവൺ height is equal to 3 meter. Height is given as 3 meter. Breadth is equal to 4 meter. Okay.
ആൻഡ് ലെങ്ത്തായിട്ട് തരുന്നതിന് പകരം അവർ പറഞ്ഞേക്കുന്നത് ലെങ്ത്തിനെ തന്നെ വേറൊരു രീതി പറഞ്ഞേക്കുവാണ് 2 കിലോമീറ്റർ പെർ അവർ. ദാറ്റ് മീൻസ് ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ 1 hour ദ റിവർ വിൽ ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 2 കിലോമീറ്റർ. എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ഈ പുഴയിൽ ഒരു ഇല ഇവിടെ ഇട്ടു എന്ന് വിചാരിച്ചാൽ, ഇവിടെ ഇട്ടു, ഈ പുഴ ഇങ്ങോട്ട് ഒഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പുഴയിൽ ഒരു ഇല ഇവിടെ ഇട്ടു, പിന്നെ 1 മണിക്കൂർ ഇൻ 1 hour 2 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ഇല എവിടെ എത്തിയിട്ടുണ്ടാവും? 2 കിലോമീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ടാവും. അതാണ് ഇൻ 1 hour 2 കിലോമീറ്റർ. 1 മണിക്കൂർ കഴിഞ്ഞാൽ 2 കിലോമീറ്റർ ആ ഇല എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ആ പുഴയുടെ സ്പീഡാണ് പറഞ്ഞേക്കുന്നത്. 1 hour 2 കിലോമീറ്റർ എന്ന് വെച്ചാൽ പുഴ അത്ര സ്പീഡിൽ ഒഴുകുന്നുണ്ടെന്നാണ്. അത് 1 മണിക്കൂർ കൊണ്ട് 2 കിലോമീറ്റർ ദൂരത്തോട്ട് ആ ഇലയുടെ സ്ഥാനം മാറുമെന്ന് വെച്ചാൽ അത് സ്പീഡാണ്. പക്ഷേ ആ സ്പീഡിനെ തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൂടെ? 1 മണിക്കൂറിൽ 2 കിലോമീറ്റർ എന്ന് പറയുമ്പം 1 മണിക്കൂർ കൊണ്ട് ആ പുഴ സഞ്ചരിക്കുന്ന ലെങ്ത്താണ്, അല്ലെങ്കിൽ ആ പുഴ സഞ്ചരിക്കുന്ന നീളമാണ് 2 കിലോമീറ്റർ. അഥവാ ലെങ്ത്താണ് ഇൻഡയറക്റ്റ്ലി അവർ തന്നേക്കുന്നത് 2 കിലോമീറ്റർ പെർ 1 hour. കാരണം നിങ്ങൾ നോക്കുക, ഒരു ഇല ഇവിടെ എടുത്തു, ഇട്ടു, 1 മണിക്കൂർ കഴിയുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് ആ ഇല മാറുമെന്ന് പറയും. ഇൻഡയറക്റ്റ്ലി ആ ഇല സഞ്ചരിക്കുന്ന നീളം, അതായത് ഇൻഡയറക്റ്റ്ലി പുഴയുടെ ലെങ്ത്താണ് ഓൾമോസ്റ്റ് തന്നേക്കുന്നത്, ലെങ്ത്തിനെ സംബന്ധിച്ച് വിവരം. പക്ഷേ ലെങ്ത്ത് എന്നുള്ളത് 2 എന്ന് എടുക്കാൻ പറ്റില്ല. 1 മണിക്കൂർ കൊണ്ട് 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. 2 കിലോമീറ്റർ പെർ 1 hour. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം 1 മണിക്കൂറിൽ 2 കിലോമീറ്റർ പുഴ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ പുഴയുടെ ലെങ്ത്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് ഇല മാറുമെന്ന് പറഞ്ഞാൽ പുഴയുടെ ലെങ്ത്തിനെ സംബന്ധിക്കുന്ന ഒരു വിവരമാണ് അവർ തന്നേക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ഹൗ മച്ച് വാട്ടർ വിൽ ഫോൾ ഇൻ ടു ദ സീ ഇൻ 1 minute. ഈ പുഴ എങ്ങോട്ട് ഒബ്വിയസ്ലി ചെല്ലും? വലിയൊരു കടലിലോട്ടാണ് ചെല്ലുക. ആ കടലിലോട്ട് ഈ പുഴയിൽ നിന്നും 1 മിനിറ്റിൽ എത്ര വെള്ളം ചെല്ലും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഈ പുഴയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പുഴയിൽ നിന്നും ഈ വലിയൊരു കടലിലോട്ട് ഈ പുഴ ചെന്നിട്ട് വലിയൊരു കടലിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഈ പുഴയിൽ നിന്ന് സീയിലോട്ട് 1 മിനിറ്റിൽ എത്ര വെള്ളം ചെല്ലുമെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പുഴയിൽ നിന്നും കടലിലോട്ട് 1 മിനിറ്റിൽ, അല്ലേ, ഇൻ എ മിനിറ്റ് എന്നാണ് ചോദിച്ചത്. 1 മിനിറ്റിൽ എത്ര വെള്ളം കടലിലെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, കടലിൽ 1 മിനിറ്റിൽ പുഴയിൽ നിന്ന് വെള്ളം എത്ര ചെല്ലും എന്നല്ല ചോദ്യം ചോദിച്ചേക്കുന്നത്. കടലിൽ 1 മിനിറ്റിൽ ചെല്ലുന്ന വെള്ളം എന്ന് പറയുന്നത് പുഴയിൽ 1 മിനിറ്റിൽ ഉണ്ടാകുന്ന വെള്ളമല്ലേ. 1 മിനിറ്റിൽ ഈ പുഴയിൽ എത്ര വെള്ളമുണ്ടോ അതല്ലേ 1 മിനിറ്റിൽ കടലിൽ ചെല്ലുള്ളൂ. ഈ പുഴയാണല്ലോ കടലിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ കടലിൽ എത്ര വെള്ളം ഈ പുഴയിൽ നിന്ന് ചെല്ലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ ഈ പുഴയിൽ എത്ര വെള്ളമുണ്ടോ അതല്ലേ കടലിലോട്ട് ചെല്ലുക. അതെ, അപ്പം നമ്മൾ ചോദിച്ചേക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വിൽ ഫോൾ ഇൻ സീ ഇൻ 1 മിനിറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വിൽ ഫോൾ ഇൻ സീ ഇൻ 1 മിനിറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കടലിൽ ചെല്ലുന്ന 1 മിനിറ്റിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചു. അതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതിയാൽ പോരെ, എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ റിവർ ഇൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോരെ. 1 മിനിറ്റിൽ കടലിൽ ചെല്ലുന്ന വെള്ളം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 മിനിറ്റിൽ കടലിലോട്ട് എത്തുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലെ പുഴയിലുള്ള വെള്ളമല്ലേ. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ റിവർ ഇൻ 1 മിനിറ്റ് എന്നാക്കിയതിന് 2, 3 തന്നെയാണ് അല്ലേ. ഇനി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ റിവർ ഇൻ 1 മിനിറ്റ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വോളിയം അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ഇൻ റിവർ ഇൻ 1 മിനിറ്റ് എന്നാക്കുന്നു. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ വോളിയം ഓഫ് വാട്ടറാണ്. ഇനി വോളിയം ഓഫ് വാട്ടർ ഇൻ റിവർ ഇൻ 1 മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. വോളിയം ഓഫ് വാട്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സിൻസ് ഇറ്റ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് ക്യൂബോയിഡ് ദ ഫോർമുല ഈസ് L/B/H. പക്ഷേ വോളിയം ഓഫ് വാട്ടർ ഇൻ 1 മിനിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ L/B/H ആണ് ഫോർമുല. പക്ഷേ L എന്നുള്ളത് 1 മിനിറ്റിലെ ലെങ്ത്ത് എടുക്കണം, ബ്രെഡ്ത്ത് എന്നുള്ളത് 1 മിനിറ്റിലെ ബ്രെഡ്ത്ത് എടുക്കണം, ഹൈറ്റ് എന്നുള്ളത് 1 മിനിറ്റിലെ ഹൈറ്റ് എടുക്കണം. കാരണം എന്താണ്? 1 മിനിറ്റിലെ വോളിയാണ് വേണ്ടത്. അപ്പം L/B/H ആണ് ഫോർമുല. പക്ഷേ ലെങ്ത്ത് 1 മിനിറ്റിലായിരിക്കണം, ബ്രെഡ്ത്ത് 1 മിനിറ്റിലുള്ള ബ്രെഡ്ത്ത് ആയിരിക്കണം, ഹൈറ്റ് 1 മിനിറ്റിലുള്ള ബ്രെഡ്ത്ത് ആയിരിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ലെങ്ത്ത് 1 മിനിറ്റ് എന്നുള്ളത് ഞാൻ അവിടെ നിർത്തുക, ഇൻറ്റു ബ്രെഡ്ത്തും ഹൈറ്റും ഒരു പുഴയുടെ മാറുമോ? ഒരു പുഴയുടെ വീതിയും ഒരു പുഴയുടെ ആഴവും ഒരുമാതിരി സെയിം ആയിട്ടല്ലേ നിൽക്കുള്ളൂ. വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പുഴയുടെ വീതി ആഴമൊക്കെ മാറും. പക്ഷേ
സാധാരണ നോർമലി ഒരു പുഴയുടെ വീതി എപ്പോഴും മാറിക്കൊണ്ട്, ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പുറകെ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. എപ്പോൾ നോക്കിയാലും തോടിൻ്റെ വീതി ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും? ഇല്ല, ഒരു കോൺസ്റ്റൻറ്റ് വീതി ഉണ്ടാവും. ആ തോടിൻ്റെ ആഴം എപ്പോഴും മാറിയിരിക്കും? ഇല്ല, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ബ്രെഡ്ത്തും ഹൈറ്റും അത് 1 മിനിറ്റ് ആണെങ്കിലും 2 മിനിറ്റ് ആണെങ്കിലും എപ്പോഴും സെയിം ആയിരിക്കും. സാധാരണ ആ പുഴയ്ക്ക് എത്ര ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ടോ അത് തന്നെയായിരിക്കും 1 മിനിറ്റിലെ ബ്രെഡ്ത്തും 1 മിനിറ്റിലെ ഹൈറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് 1 മിനിറ്റിലെ ബ്രെഡ്ത്ത് അപ്പോൾ എന്ത് തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. ഹൈറ്റ് ഒരു മിനിറ്റിലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 തന്നെയായിരിക്കും. കാരണം ബ്രെഡ്ത്തും ഹൈറ്റും എത്ര മിനിറ്റിലാണെങ്കിലും പുഴയുടെ മാറാൻ പോകുന്നില്ല. പക്ഷേ പുഴയുടെ എന്ത് മാറും? ലെങ്ത്ത് മാറും. എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇങ്ങനെ പുഴേൻ്റെ ലെങ്ത്ത് മാറുന്നത്? എൻ്റെ വീടിൻ്റെ പുറകെ കൂടെയുള്ള പുഴേൻ്റെ ലെങ്ത്ത് എപ്പോഴും ഒന്നും അങ്ങനെയല്ല മക്കളെ ചോദിച്ചേക്കുന്നത്. 1 മിനിറ്റിലെ ലെങ്ത്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളൊരു ഇലയിട്ട് പുഴയിൽ, എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇല എവിടെ എത്തിന്ന് നോക്കുന്നു. ഇനി അതേ ഇല തന്നെ നിങ്ങൾ വീണ്ടും തോട്ടിലിട്ടു, എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെയും നോക്കുന്നു. രണ്ടും ഒരുപോലെ ആയിരിക്കും? ഇല്ല. ഒരു ഇല തോട്ടിലിട്ട് 1 മിനിറ്റ് കഴിയുമ്പം പോകുന്ന ദൂരവും, ഒരു ഇല തോട്ടിലിട്ടിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ പോകുന്ന ദൂരവും, ഒരു ഇല തോട്ടിലിട്ടിട്ട് 10 മിനിറ്റ് പോകുമ്പോൾ ദൂരവും, അല്ലെങ്കിൽ ആ ഇല ട്രാവൽ ചെയ്യുന്ന ദൂരവും വ്യത്യസ്തപ്പെട്ടതായിരിക്കും. അതായത് ടൈമിനനുസരിച്ച് ലെങ്ത്ത് മാറും എന്ന്. അതുകൊണ്ടാണ് ലെങ്ത്ത് ഇൻ 1 മിനിറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ്. പക്ഷേ നിങ്ങളൊരു ഇല ഇട്ടു, ആ ഇലയിടുന്ന സാഹചര്യത്തിൽ ആ തോടിന് എത്ര വീതിയുണ്ടോ, തോടിന് എത്ര ഹൈറ്റ് ഉണ്ടോ, അത് എത്ര ഇല ഇട്ടാലും എത്ര സമയം കഴിഞ്ഞാലും അത് അങ്ങനെയല്ലേ നിൽക്കുക. അതുകൊണ്ടാണ് ഈ 4ഉം 3ഉം ഞാൻ അതുപോലെ പുഴേൻ്റെ 4ഉം 3ഉം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. കാരണം അതിന് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ലെങ്ത്ത് മാറും. ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല സഞ്ചരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്ന, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറും. അതുകൊണ്ട് ലെങ്ത്ത് ഇൻ 1 മിനിറ്റ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇതാണ്. 1 മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ് സഞ്ചരിക്കുക ഇല? 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ഇല സഞ്ചരിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ 1 മണിക്കൂറിൽ 2 കിലോമീറ്ററാണുള്ള പുഴയുടെ സ്പീഡ് പറഞ്ഞേക്കുന്നത്. അതായത് 1 മണിക്കൂറിൽ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ സഞ്ചരിക്കും. എനിക്ക് ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 മിനിറ്റാണ് വേണ്ടത്. അതായത് 1 മിനിറ്റിൽ എത്ര സഞ്ചരിക്കുമെന്നാണ് വേണ്ടത്, അല്ലേ? ലെങ്ത് ഓഫ് ദ റിവർ ഇൻ 1 മിനിറ്റ്. ഇത് 1 മണിക്കൂറിൽ 2 കിലോമീറ്ററാണ്. എനിക്ക് വേണ്ടത് 1 മിനിറ്റിലാണ്. ലെങ്ത് ഇൻ 1 മിനിറ്റാണ് വേണ്ടത്. അതിനോട്ട് മാറ്റുക. 1 മണിക്കൂറിൽ 2 കിലോമീറ്ററാണ്, അല്ലേ? അപ്പോൾ 1 മണിക്കൂറിൽ ഈ 2 കിലോമീറ്റർ എന്നുള്ളത് തന്നെ മീറ്ററിലോട്ട് മാറ്റുക. 2 കിലോമീറ്റർ എന്നുള്ളത് എത്ര മീറ്ററാണ്? 2000 മീറ്റർ. കാരണം നമ്മുടെ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒക്കെ മീറ്ററിലാണ്. അതുകൊണ്ടാണ് ഈ മീറ്ററിലോട്ട് മാറ്റിയത്. ഇനി 1 മണിക്കൂറിൽ 2 കിലോമീറ്ററാണ് പുഴയുടെ ലെങ്ത്ത്. നമുക്ക് വേണ്ടത് ലെങ്ത് ഇൻ 1 മിനിറ്റാണ്. 1 മണിക്കൂറിൽ 2 കിലോമീറ്ററാണുള്ള പുഴയുടെ ലെങ്ത്ത്. അതായത് 1 മണിക്കൂറിൽ 2000 മീറ്ററിലോട്ട് മാറ്റി. ഇനി ഒരു മിനിറ്റിലല്ലേ വേണ്ടത്? അപ്പോൾ 1 മിനിറ്റിൽ എങ്ങനെയായിരിക്കും? 1 മണിക്കൂറിൽ 2000 മീറ്ററാണ്. 1 മിനിറ്റിൽ എങ്ങനെ? 1 മണിക്കൂർ എന്ന് വെച്ചാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂറിൽ 2000 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 1 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണല്ലോ. അതായത് 2000/60 ആയിരിക്കും 1 മിനിറ്റിൽ പുഴ സഞ്ചരിക്കുന്ന ദൂരം. അതായത് 0യും 0യും ക്യാൻസൽ ആയാൽ 200/6 എന്ന് കിട്ടും. വെൻ യു ക്യാൻസൽ by 2 it becomes 100/3. That means length of the river in 1 minute will be, or length traveled by the river in 1 minute will be 100/3. So instead of L 1 minute you can substitute 100/3 into 4 into 3. So you can cancel this. 3 and 3 get cancelled. 100 into 4 will be 400 meter cube of water will reach in sea in 1 minute. And since it is in meter cube, you can easily convert a meter cube quantity into liter. Okay, how you can convert a meter cube into liter? ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ബ്രെഡ്ത്ത് 4 മീറ്റർ അല്ല 40 മീറ്റർ ആണ്. ഓക്കെ, സോ ഇവിടെ 40 ആണ്, അത് ശ്രദ്ധിക്കണം. ഇവിടെ 40 ആണ് വരിക. ചുരുക്കം പറഞ്ഞാൽ ഒരു 0യും കൂടെ വരും. സോ 4000 meter cube of water will reach in sea. You may understood, no? This is the answer for the question. So completed exercise 13.5 completed, and next video we are going to start exercise 13.6. So please practice well exercise 13.5, and the remaining time, if any time remains in my session, what you can do, just start revision for your midterm exam. Midterm exam is going to be a serious exam. You have to prepare all the chapters which we discussed from the starting, except what? That areas of parallelograms and triangle. One chapter we discussed, no? That chapter you can remove. All the remaining because that is already removed by the CBSE, you know that. And all the remaining chapters you have to prepare for exam. And sometimes maybe you are going to raise a course problem.
a question towards me. So other teachers are conducting exam based upon 2 chapters only. Why you are conducting exam based upon this much chapters? Okay. So the answer for that question is that is none of your business, because that kind of things is decided by the subject teacher. So ഞാൻ അങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ തന്നെ പഠിക്കണം. കാരണം മിഡ് ടൈം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിരുന്ന കാലം മുതൽ ഇന്ന് വരെ തുടക്കം മുതൽ നമ്മൾ പഠിപ്പിച്ച് നിർത്തുന്ന വരെയുള്ള ചാപ്റ്റേഴ്സാണ്. സോ ജസ്റ്റ് പ്രിപ്പയർ. ദർ ഇസ് നോ എക്സ്ക്യൂസ് ഇൻ ദാറ്റ്. So I think it is very clear. Please practice well and write notes. If you feel any doubt, just call me. I'm waiting for your calls. So it's your Shibin signing out. Stay safe. Thank you.